ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഫോർ എഡ്യൂ സ്പേസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ നമ്മുടെ മൂന്നാം പാഠഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എ സി ജനറേറ്റർ പഠിച്ചു, ട്രാൻസ്ഫോമർ പഠിച്ചു, മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചു, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചു അല്ലെ. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഭാഗങ്ങൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അതിന്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ഇന്ന് പഠിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്താണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ളവർക്ക് സെൽഫ് ഇൻഡക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അത്ര പ്രധാനപ്പെട്ട ടോപ്പിക് ഒന്നല്ല, എങ്കിലും എക്സാമിന് നമുക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിന് റിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് എത്താം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വളരെ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സെൽഫ് ഇൻഡക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സോളിനോയിഡിലേക്ക് നമ്മളൊരു എ സി കൊടുക്കുന്നുണ്ട്, ഒരു ഡി സി കൊടുക്കുന്നുണ്ട്, ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു എ സി ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് 6 വോൾട്ട് ഡി സി ആണ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് 6 വോൾട്ട് എ സി ആണ്. 2 തരം സ്വിച്ച് ഉണ്ട്. ബൾബ് രണ്ടും ഒരു 3 വാട്ടിന്റെ 2 ബൾബ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സോളിനോയിഡ് ഉണ്ട്, 2 സ്ഥലത്ത് നമ്മൾ സോളിനോയിഡ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് അയൺ കോർ എന്തിനാ നമുക്ക് ഓൾറെഡി അറിയാം. ആ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോഫ്റ്റ് അയൺ. ഓക്കെ, സോഫ്റ്റ് അയണിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അറേഞ്ച്മെന്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നു, 2 സ്ഥലത്ത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കാണ്. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഏത് ബൾബായിരിക്കും നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് തെളിയുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഈ 6 വോൾട്ട് ഡി സിയിലുള്ള ബൾബായിരിക്കും നല്ല രീതിയിൽ തെളിയുന്നത്. ഈ 6 വോൾട്ട് എ സിയിലുള്ള ബൾബ് അത്ര ബ്രൈറ്റ് ആയിട്ട് തെളിയില്ല. എന്തുകൊണ്ടാണ് കാരണം? ആ കാരണത്തിന്റെ ഉത്തരമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളൊരു സോളിനോയിഡ് വെച്ചു, ഈ സോളിനോയിഡിലേക്ക് നമ്മളൊരു എ സി അപ്ലൈ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എ സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് എ സി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. അതായത് വേരി ചെയ്യുന്നു, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കറന്റ് ആണെന്ത് എ സി എന്ന് പറയുന്നത് അല്ലെ. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കറന്റ് ആണെന്ത് എ സി. അപ്പോ ഇങ്ങനെ നമ്മളൊരു അറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം, ബാറ്ററി കൊടുത്താലും എ സി കൊടുത്താലും ഒരു സോളിനോയിഡിൽ ഉണ്ടാക്കാൻ പറ്റും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണത്. സോളിനോയിഡിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ അവിടെ എന്താക്കാൻ പറ്റും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു ബാറ്ററിയിൽ നിന്നും ഒരു എ സി സോഴ്സിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള എ സി സോഴ്സ് വെച്ച് കഴിയുമ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെയോ അവിടെ അങ്ങനെ മാറില്ല. അവിടെ മാറി എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു സ്വിച്ച് വെച്ചിട്ട് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് മാറ്റാൻ പറ്റും. പക്ഷെ അത് അത്ര പ്രാക്ടിക്കൽ കാര്യമല്ല. പക്ഷെ ഇവിടെ എന്താണ് എ സി ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പറ്റുന്നു? വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കുന്നു? വേരിയേഷൻ സംഭവിക്കുന്നു. വേരിയേഷൻ. ഓക്കെ, അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള കോയിലിൽ കറന്റ് ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കോയിലിൽ തന്നെ ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇവിടെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നവിടെയാണ്, ഇവിടെ തന്നെയാണ്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നു? ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഒരു പ്രത്യേകത, ഇവരൊരു ബാക്ക് EMF ആയിരിക്കും. എന്താ ഉണ്ടാവുന്നത്? ബാക്ക് EMF. എന്താണ് ബാക്ക് EMF? അതായത് നമ്മൾ കറന്റ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വിചാരിക്കുക. ഇതാണ് നമ്മൾ കറന്റ് പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വിചാരിക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന കറന്റ് അനുസരിച്ച് പോകുന്ന കറന്റ് അങ്ങോട്ടാണ്. ഉണ്ടാകുന്ന EMF, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്.
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇ എം എഫ് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുന്നത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കിയേ. നമ്മൾ എന്താണ് ഒരു സോളിനോട് വെച്ചു, ഒരു എ സി കറന്റ് കൊടുത്തു, ഒരു എ സി സോഴ്സ് കൊടുത്തു. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എ സി ആയതുകൊണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ സംഭവിക്കും. മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ സംഭവിച്ചാൽ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈ കോയിലിൽ തന്നെ ഉണ്ടാവും. ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈ കോയിലിൽ തന്നെ ഉണ്ടാവും. ആ ഇ എം എഫിന്റെ പ്രത്യേകത എന്താണ്? അതൊരു ബാക്ക് ഇ എം എഫ് ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന കറന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എന്താ കുഴപ്പം? നമ്മൾ കൊടുക്കുന്ന കറന്റിനെ അവരെന്ത് ചെയ്യും? കുറയ്ക്കും. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു 6 വോൾട്ട് എ സി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. അപ്പൊ ആ 6 വോൾട്ട് അവർ അത്ര കൊടുക്കില്ല, അവിടേക്ക് കുറച്ച് ഇ എം എഫ് ബാക്ക് ചെയ്യും, മൈനസ് ചെയ്ത് കളയും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത നേരത്തെ 6 വോൾട്ട് എ സി ആണ് കൊടുത്തിരിക്കാം. 6 വോൾട്ട് എ സി ഒരു എക്സാമ്പിൾ ആണ്, ഇത്ര ഇങ്ങനെ സംഭവിക്കുന്നില്ല, ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി. 6 വോൾട്ട് എ സി ആണ് കൊടുത്തത്. ഉണ്ടായ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ് ഇരിക്കാം. 1 വോൾട്ട് ഇ എം എഫ് ഉണ്ടായി. ഓക്കെ, ഇതാണെന്ത്? ഇത് ഇൻഡ്യൂസ്ഡ് ആണ്. നമ്മൾ കൊടുത്തതിന് ഫലമായിട്ട് ഉണ്ടായ ഇൻഡ്യൂസ്ഡ് ആണെന്ത്? 1 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താ കുഴപ്പം? 6 വോൾട്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുത്തു, 1 വോൾട്ട് തിരിച്ചുണ്ടായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു 5 വോൾട്ടേ നമ്മുടെ ബൾബിലേക്ക് ചെല്ലുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ 6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6 വോൾട്ട് തന്നെ ഇവിടെ എത്തും. ഇവിടെ 3 വാട്ട് ബൾബിലേക്ക് എത്തും. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ 6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഫുൾ ആയിട്ട് അവിടേക്ക് എത്തില്ല, 3 വോൾട്ട് ബൾബിലേക്ക് എത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ബൾബിന് എന്തായിരിക്കും? ലൈറ്റ് ബ്രൈറ്റ്നെസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ ഒന്നുകൂടി കൃത്യത മനസ്സിലാക്കാം. നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സോളിനോയിഡ്, അതിലേക്ക് നമ്മൾ എ സി സോഴ്സ് കൊടുത്തു, ഓൾട്ടർനേറ്റിംഗ് കറന്റ് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് സോഴ്സ് കൊടുത്താലും ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. എ സി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്താൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അത് നമ്മൾ കൊടുക്കുന്ന കറന്റിനെ കുറച്ച് ഒപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് തടഞ്ഞു നിർത്തും. അപ്പൊ നമുക്ക് നമ്മൾ കൊടുത്ത അത്രയും വോൾട്ടേജ് തന്നെ അല്ലെങ്കിൽ കറന്റ് തന്നെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു ഡി സി സോഴ്സ് ആണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ഒരു വേരി ചെയ്യുന്ന കറന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവുന്നില്ല? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കറന്റിന് മാറ്റം ഉണ്ടാവില്ല, ഇൻഡ്യൂസ് ഇ എം എഫ് ഒന്നും ഉണ്ടാവില്ല. 3 വോൾട്ട് ബൾബിലേക്ക് എത്തും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫിനോമിനെ, ഈ പറഞ്ഞ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എ സി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. ഏത് കോയിലാണോ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ സംഭവിക്കുന്നത് ആ കോയിൽ തന്നെ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാകും. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ. വളരെ സിമ്പിൾ ടോപ്പിക്, വളരെ സിമ്പിൾ ടോപ്പിക്. മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചിട്ടുണ്ടോ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പൊ നമ്മള് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു അതിന് വെച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ് എ സി ജനറേറ്റർ. അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചു, അപ്പൊ അത് വെച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ് ട്രാൻസ്ഫോമർ. അപ്പൊ അതുപോലെ തന്നെ ഈ സെൽഫ് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇൻഡക്ടർ. നമ്മുടെ സോളിനോയിഡ് തന്നെ ഇൻഡക്ടർ. ഓക്കെ, അതിന്റെ സിമ്പിൾ ആണിത്. ഇതെന്താണ്? ഇൻഡക്ടർ ആണ്. എന്താണ് ഇൻഡക്ടറിന്റെ ഗുണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്തിനു വേണ്ടിയായിരിക്കും ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരു എ സി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും, ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കറന്റ് മൊത്തമായിട്ട് അവിടേക്ക് എത്തില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കറന്റ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ഇൻഡക്ടർ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവർ എന്തിനു മാത്രം വർക്ക് ചെയ്യുള്ളൂ? എ സിയിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ അല്ലെ? കാരണം എന്താണ്? ഡി സിയിൽ സെൽഫ് ഇൻഡക്ഷൻ എന്ന പരിപാടിയേ നടക്കുന്നില്ല. അപ്പൊ ഡി സിയിൽ എന്ത് വർക്ക് ചെയ്യില്ല? ഒരു ഇൻഡക്ടർ വർക്ക് ചെയ്യില്ല. എന്തിനു മാത്രം വർക്ക് ചെയ്യുള്ളൂ? എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, എ സിയിൽ മാത്രമേ സംഭവിക്കുള്ളൂ, ഇൻഡക്ടറിന്റെ യൂസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് റെസിസ്റ്റർ എന്നൊരു സാധനം പഠിച്ചിട്ടുണ്ട് അല്ലെ? റെസിസ്റ്റർ എന്തിനാണ്? നമ്മൾ കൊടുക്കുന്ന കറന്റ് തടഞ്ഞു നിർത്തുന്ന ആൾ തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? ഒരു ഇൻഡക്ടർ ആകുമ്പോൾ പവർ ലോസ് ഒന്നും ഉണ്ടാവില്ല. നമുക്കറിയാം റെസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കറന്റ് ഹീറ്റ് ആയിട്ടാണ് അവർ കളയുന്നത് പുറത്തേക്ക്. ഹീറ്റ് ആയിട്ടാണ് അവർ പുറത്തേക്ക് കളയുന്നത്. പക്ഷേ ഒരു ഇൻഡക്ടറിൽ അങ്ങനെ ഒരു പവർ ലോസ് എന്ന് പറഞ്ഞ സംഭവമില്ല. എന്തില്ല? നോ പവർ ലോസ്. പവർ ലോസ് ഇല്ല. ഇതാണ് ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇൻഡക്ടർ ഉപയോഗിച്ചാലുള്ള ഗുണം അല്ലെങ്കിൽ ബെനിഫിറ്റ്. എന്തില്ല? പവർ ലോസ് ഇല്ല. പക്ഷെ എന്താണ് ഡ്രോബാക്ക്? ഇത് എന്തിനു മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ഓൾട്ടർനേറ്റ് കറന്റ് എ സിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെസിസ്റ്റർ ആകുമ്പോൾ ആ പ്രശ്നമില്ല. റെസിസ്റ്റർ എ സിയിലും ഡി സിയിലും ഉപയോഗിക്കാം. പക്ഷെ അവിടെ എന്തുണ്ടാവുന്നു? പവർ ലോസ് ഉണ്ടാവും. അതായത് നമ്മൾ കൊടുക്കുന്ന കറന്റ് ഹീറ്റ് ആയിട്ടാണ് അവർ കളയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ഇവിടെ എന്താണ്? പവർ ലോസ് ഇല്ലാതെയാണ് എന്ത് സംഭവിക്കുന്നത്? കറന്റ് സ്ട്രെങ്ത് വാല്യൂ കുറയ്ക്കുന്നത്. പക്ഷേ എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് തന്നെയാണ് ഇൻഡക്ടറിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെൽഫ് ഇൻഡക്ഷനും
ഇൻഡക്ടറായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓർത്തിരിക്കുക എന്താണ് സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. എന്താണ് ഇൻഡക്ടർ? ഇൻഡക്ടർ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻഡക്ടർ. അപ്പൊ ഇൻഡക്ടറിന്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഓർത്തിരിക്കുക അത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. അവിടെയുള്ള കുഴപ്പം അത് എസിന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ബെനിഫിറ്റ് പവർ ലോസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് സെൽഫ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഇങ്ങനെ ഒരു പിക്ചർ തരും, എന്നിട്ട് ഏതിനകത്താണ് ഏത് ബൾബാണ് കൂടുതൽ തെളിയുന്നത് അതിനുള്ള കാരണം ചോദിക്കും, ഇത് വെച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനം ചോദിക്കും, അത് ഇൻഡക്ടർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിൽ സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, റിപ്ലൈ ചെയ്യും. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.